ഉർവശി ശാപം ഉപകാരമായി എന്ന ചൊല്ല് ഇന്ത്യൻ സംസ്കാരത്തിൽ, വിശിഷ്യ മലയാളത്തിൽ ഒരു സാധാരണ പ്രയോഗമായി നിലകൊള്ളുന്നു. ഒരു പ്രതികൂല സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റുന്നതിൻ്റെ പ്രതീകാത്മകമായി ഇത് അടയാളപ്പെടുത്തുന്നു. മഹാഭാരതത്തിലെ ധീരനായ അർജുനൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ് ഈ ചൊല്ല് രൂപപ്പെടാൻ കാരണം. മഹാഭാരതത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളിലൊരാളായ അർജുനൻ ധീരത, ധർമ്മബോധം, ധാർമ്മിക തെരഞ്ഞെടുപ്പുകൾ എന്നിവയ്ക്ക് പേരുകേട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സങ്കീർണമായ ഒരു അധ്യായമാണ് ദ്രൗപദിയുമായുള്ള ദാമ്പത്യബന്ധം. ദ്രൗപദിയുടെ ബഹുഭർത്തൃത്വം അതിൻ്റെ സവിശേഷതകളും സങ്കീർണതകളും കൊണ്ട് ശ്രദ്ധേയമാണ്. ഇത് പാണ്ഡവരുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ വീഡിയോ ഉർവശി ശാപം ഉപകാരമായി എന്ന ചൊല്ലിൻ്റെ ആഴത്തിലുള്ള അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഉർവശിയുടെ ശാപത്തിൻ്റെ പിന്നിലെ കഥയും അത് എങ്ങനെ അർജുനന് സഹായകമായി എന്നതും വിശദീകരിക്കുന്നു. കൂടാതെ അർജുനനും ദ്രൗപദിയും തമ്മിലുള്ള അകൽച്ചയുടെ യഥാർത്ഥ കാരണങ്ങൾ മഹാഭാരതത്തിലെ ധർമ്മസങ്കല്പങ്ങളുടെ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്യും. ഈ അകൽച്ച അർജുനൻ്റെ താല്പര്യമില്ലായ്മയായിരുന്നോ അതോ ധർമ്മപരമായ ബാധ്യതയായിരുന്നോ എന്ന് സൂക്ഷ്മമായി വിലയിരുത്തുകയാണ് ഈ പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അർജുനൻ്റെ സ്വർഗയാത്രയാണ് ഉർവശിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഗാണ്ഡവദാഹത്തിനു ശേഷം അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരവും പിന്നീട് ഇന്ദ്രന്റെ ക്ഷണപ്രകാരവും അർജുനൻ സ്വർഗത്തിലെത്തുന്നു. ദേവന്മാരെ നിവാത കവചന്മാരിൽ നിന്നും കാലകേയന്മാരിൽ നിന്നും രക്ഷിക്കാനും ദിവ്യാസ്ത്രങ്ങൾ നേടാനുമുള്ള അദ്ദേഹത്തിൻ്റെ വീരോചിതമായ യാത്രയുടെ ഭാഗമായിരുന്നു ഇത്. ദേവലോകത്തിലെ അപ്സരസായ ഉർവശി അർജുനന്റെ സൗന്ദര്യത്തിലും വീരത്വത്തിലും അനുരക്തയാകുന്നു. ഉർവശി ലളിതമായ പദവിന്യാസത്തോടും മനോഹരമായ അലങ്കാരങ്ങളോടും കൂടി അർജുനന്റെ അടുത്തേക്ക് ചെല്ലുകയും തൻ്റെ പ്രണയാഭ്യർത്ഥന അറിയിക്കുകയും ചെയ്തു. ഉർവശിയുടെ പ്രണയാഭ്യർത്ഥനയുടെ പിന്നിലെ പ്രചോദനത്തെക്കുറിച്ച് മഹാഭാരതത്തിലെ മൂലകഥയ്ക്കും ആട്ടക്കഥയ്ക്കും വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്. മൂലകഥയിൽ ഇന്ദ്രനാണ് ചിത്രസേനൻ വഴി ഉർവശിയെ അർജുനന്റെ സമീപത്തേക്ക് അയക്കുന്നതെങ്കിൽ ആട്ടക്കഥയിൽ അർജുനന്റെ വീരോത്കർഷത്തിൽ നിന്നും സ്വയം കാമ മുളപായതിനെ തുടർന്നാണ് ഉർവശി അദ്ദേഹത്തെ സമീപിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ വ്യതിയാനം കഥയുടെ അവതരണത്തിൽ കോട്ടയത്തു തമ്പുരാൻ വരുത്തിയ മാറ്റമാണ്. ഇത് അർജുനന്റെ ധീരതയെ കൂടുതൽ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടിയായിരുന്നു. അർജുനൻ ഉർവശിയുടെ ആഗ്രഹത്തെ വെറുപ്പോടെയും വിരക്തിയോടെയും നിരസിച്ചു. മനുഷ്യരിലുള്ള ഉർവശിയുടെ ആഗ്രഹം പരിഹാസ്യമാണെന്നും ഈ ബുദ്ധിഭ്രമം നല്ലതല്ലെന്നും അർജുനൻ പ്രതിവചിച്ചു. പുരൂരവസന്റെ ഭാര്യ എന്ന നിലയിൽ ഉർവശി തനിക്ക് ഗുരുപത്നിയാണെന്ന ന്യായത്തിൽ അർജുനൻ ഈ ബന്ധത്തിൽ നിന്നൊഴിവായി. ഇത് അദ്ദേഹത്തിൻ്റെ ധർമ്മബോധത്തെയും സദാചാര നിഷ്ഠയെയും എടുത്തു കാണിക്കുന്നു. തൻ്റെ ആഗ്രഹം നിരസിച്ച അർജുനന്റെ വാക്കുകൾ കേട്ട് നിരാശയായ ഉർവശി അർജുനനെ നപുംസകമായി തീരട്ടെ എന്ന് ശപിച്ചു. ഈ ശാപം 1 വർഷത്തെ കാലാവധിയോടെയായിരുന്നു. പുത്രന്റെ ദുഃഖമറിഞ്ഞ ഇന്ദ്രൻ അർജുനനെ സമാശ്വസിപ്പിക്കുകയും ഉർവശിയുടെ ശാപം നിനക്ക് ഉപകാരമായി വരുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ഉർവശിയുടെ ശാപം പ്രത്യക്ഷത്തിൽ അർജുനന് ഒരു ദുരന്തമായി തോന്നാമെങ്കിലും ഇന്ദ്രന്റെ അനുഗ്രഹത്തിലൂടെ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ വലിയൊരു അനുഗ്രഹവുമായി മാറുന്നു. ഇത് പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുന്ന ദൈവിക ഇടപെടലിൻ്റെയും ധാർമ്മികമായ തിരഞ്ഞെടുപ്പുകൾക്ക് ലഭിക്കുന്ന സംരക്ഷണത്തിൻ്റെയും ഉദാഹരണമാണ്. ഈ സംഭവമാണ് ഉർവശി ശാപം ഉപകാരമായി എന്ന പഴഞ്ചൊല്ലിന് ആധാരം. ധർമ്മനിഷ്ഠമായ ഒരു പ്രവൃത്തിയുടെ ഫലമായി ലഭിച്ച ശാപം പോലും എങ്ങനെ ഒരു രക്ഷാകവചമായി മാറുന്നു എന്നത് ഇത് വ്യക്തമാക്കുന്നു. ഉർവശി ശാപത്തിലേക്കും അത് അർജുനന് ഉപകാരമായി മാറിയതിലേക്ക് നയിച്ച സംഭവങ്ങളുടെ ഒരു കാലക്രമത്തിലുള്ള രൂപരേഖ ഇപ്രകാരമാണ്.
അർജുനന്റെ സ്വർഗയാത്ര എന്ന സംഭവം, അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത്, ഖാണ്ഡവദാഹത്തിനു ശേഷം അഗ്നിദേവന്റെ നിർദ്ദേശപ്രകാരവും ഇന്ദ്രന്റെ ക്ഷണപ്രകാരവും അർജുനൻ സ്വർഗത്തിലെത്തുന്നു. നിവാത കവചന്മാരെയും കാലകേയന്മാരെയും വധിക്കാനും ദിവ്യാസ്ത്രങ്ങൾ നേടാനുമുള്ള ഒരു നിമിത്തമായിരുന്നു ആ യാത്ര. ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അർജുനന്റെ വീരത്വവും ദേവലോകവുമായുള്ള ബന്ധവും വ്യക്തമാക്കുന്നു. പിന്നെ നടന്ന സംഭവം എന്ന് പറയുന്ന ഉർവശിയുടെ പ്രണയാഭ്യർത്ഥനയാണ്. അതിൻ്റെ വിശദാംശം എന്ന് പറയുന്നത്, ദേവലോകത്തിലെ അപ്സരസായ ഉർവശി അർജുനനിൽ അനുരക്തയാകുന്നു. ലളിതമായ പദവിന്യാസത്തോടും മനോഹരമായ അലങ്കാരങ്ങളോടും കൂടി അർജുനനെ സമീപിക്കുന്നു. മൂലകഥയിൽ ഇന്ദ്രന്റെ പ്രേരണയാൽ ആണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥയിൽ അർജുനന്റെ വീരത്വത്തിൽ കാമ ഉളവായതായിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അർജുനന്റെ സൗന്ദര്യവും വീരത്വവും പ്രകടമാക്കുകയാണ് ചെയ്യുന്നത്. കഥയിലെ ഒരു നിർണായക വഴിത്തിരിവാണ് ഈ സംഭവം. ഉർവശിയുടെ ഇഷ്ടം അർജുനൻ ധാർമ്മികമായി നിരസിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, പൂരൂരവസന്റെ ഭാര്യ എന്ന നിലയിൽ ഉർവശി തനിക്ക് ഗുരുപത്നിയാണെന്ന ന്യായത്തിൽ അർജുനൻ അവരുടെ ആഗ്രഹത്തെ വെറുപ്പോടെയും വിരക്തിയോടെയും നിരസിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് അർജുനന്റെ ധർമ്മബോധം, സദാചാരനിഷ്ഠ, ഗുരുസ്ഥാനീയരോടുള്ള ബഹുമാനം എന്നിവ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഉർവശിയുടെ ശാപമെന്ന് പറയുന്നത്, തൻ്റെ ആഗ്രഹം നിരസിച്ചതിൽ നിരാശയായ ഉർവശി അർജുനനെ നപുംസകമായി തീരട്ടെ എന്ന് ശപിക്കുന്നു. ശാപത്തിന് 1 വർഷത്തെ കാലാവധി നിശ്ചയിച്ചു. ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്, കഥയിലെ പ്രതികൂല സാഹചര്യത്തിൻ്റെ തുടക്കം അർജുനന്റെ ജീവിതത്തിൽ ഒരു പുതിയ വെല്ലുവിളി ഉയർത്തുന്നു. ഉർവശിയുടെ ഈ ശാപം അർജുനൻ എങ്ങനെ പ്രയോജനപ്പെടുത്തി എന്ന് നോക്കാം. ചൂതുകളിയിലെ തോൽവിയെ തുടർന്ന് പാണ്ഡവർക്കും ദ്രൗപദിക്കും 12 വർഷത്തെ വനവാസവും തുടർന്ന് 1 വർഷത്തെ അജ്ഞാതവാസവും അനുഭവിക്കേണ്ടി വന്നു. അജ്ഞാതവാസത്തിൻ്റെ നിയമങ്ങൾ കർശനമായിരുന്നു. ഈ കാലയളവിൽ ആരും അവരെ തിരിച്ചറിയാൻ പാടില്ലായിരുന്നു. തിരിച്ചറിഞ്ഞാൽ വീണ്ടും 12 വർഷം വനവാസവും അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഈ നിർണായക ഘട്ടത്തിലാണ് ഉർവശിയുടെ ശാപം അർജുനന് ഒരു രക്ഷാകവചമായി മാറിയത്. അജ്ഞാതവാസം ആരംഭിക്കുന്നതിന് മുൻപ് അർജുനൻ ഉർവശിയുടെ ശാപത്തെക്കുറിച്ച് ഓർത്തു. അജ്ഞാതവാസത്തിന് അനുയോജ്യമായ ഒരു മറയായി ഇത് മാറി. അങ്ങനെ അർജുനൻ വിരാട രാജധാനിയിൽ ബൃഹന്നള എന്ന നൃത്ത അധ്യാപകന്റെ രൂപം സ്വീകരിച്ചു. ബൃഹന്നള വിരാട കൊട്ടാരത്തിലെ വിരാട രാജാവിൻ്റെ മകൾ ഉത്തരയെ നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്തു. ഈ വേഷം അദ്ദേഹത്തെ ശത്രുക്കളിൽ നിന്ന് മറഞ്ഞിരിക്കാൻ സഹായിക്കുക മാത്രമല്ല, യുദ്ധസമയത്ത് ഉത്തരന്റെ സാരഥിയായി പ്രവർത്തിക്കാനും സഹായിച്ചു. ഒരു ശാപം എങ്ങനെ നിർണായക ഘട്ടത്തിൽ ഒരു രക്ഷാകവചമായി മാറി എന്നതിന് ഉർവശി ശാപം ഒരു ഉത്തമ ഉദാഹരണമാണ്. ഈ സംഭവം പ്രതികൂല സാഹചര്യങ്ങളെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിൻ്റെയും ദൈവിക അനുഗ്രഹത്തിലൂടെ വിധി എങ്ങനെ അനുകൂലമായി മാറുന്നു എന്നതിൻ്റെയും പ്രാധാന്യം വിളിച്ചോതുന്നു. ഇത് കേവലം ഒരു കഥാസന്ദർഭം എന്നതിലുപരി ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ എങ്ങനെ അവസരങ്ങളാക്കി മാറ്റാം എന്നതിൻ്റെ ഒരു പ്രതീകാത്മക പാഠം കൂടിയാണ്. അർജുനനും ദ്രൗപദിയും വളരെ കാലം അകന്നു നിൽക്കേണ്ടി വന്നു. ഈ അകൽച്ചയുടെ കാരണങ്ങൾ ഇപ്രകാരമാണ്. ദ്രൗപദിയെ 5 പാണ്ഡവരും വിവാഹം കഴിച്ചപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം ക്രമീകരിക്കുന്നതിനായി ദേവർഷി നാരദൻ ചില കർശനമായ വ്യവസ്ഥകൾ നിശ്ചയിച്ചിരുന്നു. ഈ വ്യവസ്ഥകൾ ദ്രൗപദിയുടെ ബഹുഭർത്തൃത്വ ദാമ്പത്യത്തിൻ്റെ സങ്കീർണതകളെ നിയന്ത്രിക്കുന്നതിന് അത്യന്താപേക്ഷിതമായിരുന്നു. പ്രധാന വ്യവസ്ഥകൾ ഇപ്രകാരമായിരുന്നു. 1. ഓരോ വർഷവും ഓരോ പാണ്ഡവരുടെ കൂടെ മാത്രമേ ദ്രൗപദി വസിക്കാവൂ. രണ്ടാമത്തേത്, ദ്രൗപദിയും ഒരു പാണ്ഡവനും ഒരുമിച്ചിരിക്കുമ്പോൾ മറ്റു പാണ്ഡവർ ആ അറയിൽ പ്രവേശിക്കരുത്. മൂന്നാമത്തേത്, പഞ്ചപാണ്ഡവർ പൂർണ്ണമായും ദ്രൗപദിക്ക് സ്വന്തം ശരീരവും മനസ്സും അർപ്പിക്കണം. അടുത്തത്, വർഷാവർഷം അഗ്നിസമക്ഷം വ്രതം അനുഷ്ഠിക്കുക, ജീവിതത്തെ തപസ്സാക്കി മാറ്റുക എന്നത് ദ്രൗപദിയുടെ ക്രമീകരണമായിരുന്നു. അടുത്തതായി പറയപ്പെടുന്നത്, ദ്രൗപദി ജീവിക്കുന്നിടത്ത് ദ്രൗപദി അല്ലാതെ മറ്റൊരു മഹാറാണി ഉണ്ടാകരുത്. മറ്റ് സപത്നിമാർക്ക് ആ നഗരത്തിൽ പ്രവേശനമില്ലായിരുന്നു.
ഈ വ്യവസ്ഥകളുടെ ലംഘനമാണ് അർജുനന്റെ തീർത്ഥയാത്രയ്ക്ക് കാരണമായ ഒരു പ്രധാന സംഭവം നടന്നത്. ഒരിക്കൽ ധർമ്മപുത്രരോടൊപ്പം ദ്രൗപദി കഴിയുന്ന സമയത്ത് ഒരു ബ്രാഹ്മണന്റെ പശുക്കളെ കള്ളന്മാർ അപഹരിച്ചപ്പോൾ അർജുനന് തൻ്റെ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന കൊട്ടാരത്തിൽ പ്രവേശിക്കേണ്ടി വന്നു. ആ ആയുധങ്ങൾ ദ്രൗപദിയും ധർമ്മപുത്രരും ഒരുമിച്ചിരുന്ന മുറിയിലായിരുന്നു. ഈ പ്രവേശനം വിവാഹ വ്യവസ്ഥയുടെ ലംഘനമായി കണക്കാക്കപ്പെട്ടു. തൽഫലമായി അർജുനൻ സ്വയം ഒരു വർഷത്തെ തീർത്ഥയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അർജുനന്റെ തീർത്ഥയാത്ര ദ്രൗപദിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാല അകൽച്ചയ്ക്ക് കാരണമായത് അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലായ്മയല്ല, മറിച്ച് ധർമ്മത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയായിരുന്നു. വിവാഹ വ്യവസ്ഥ ലംഘിച്ചതിൻ്റെ പരിണിതഫലം സ്വയം ഏറ്റെടുത്ത് സഹോദരങ്ങൾക്കിടയിലെ ഐക്യവും ദ്രൗപദിയുടെ അന്തസ്സും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ഈ സംഭവം മഹാഭാരതത്തിൽ ധർമ്മത്തിന് നൽകിയിരുന്ന പരമമായ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. വ്യക്തിപരമായ സുഖങ്ങളെക്കാൾ ധർമ്മപരമായ കടമകൾക്ക് മുൻഗണന നൽകുന്നതിനെ ഇത് അടിവരയിടുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നത് പോലെ ഏതൊരു കാര്യവും എപ്പോഴും സ്ഥാനപ്രകാരം നീതിപൂർവം ധാർമ്മികമായി മാത്രമേ നിർവഹിക്കാവൂ എന്നാണ്. അർജുനന്റെ ഈ പ്രവൃത്തി ധാർമ്മികമായ ഒരു തീരുമാനമായിരുന്നു, അല്ലാതെ ദ്രൗപദിയോടുള്ള താല്പര്യമില്ലായ്മ ആയിരുന്നില്ല. അർജുനന്റെ വ്യക്തിപരമായ തീർത്ഥയാത്ര കൂടാതെ ചൂതുകളിയിലെ തോൽവിയെ തുടർന്നുണ്ടായ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും ഉൾപ്പെടെയുള്ള ദീർഘകാലം പൊതുവായ പ്രവാസവും ഈ അകൽച്ചയ്ക്ക് വലിയൊരു കാരണമായിരുന്നു. ഈ കാലയളവുകളിലും ദ്രൗപദി അവരോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും ഇത് അവരുടെ സാധാരണ ദാമ്പത്യ ജീവിതത്തെയും അടുപ്പത്തെയും സാരമായി ബാധിച്ചു. ഈ ദീർഘകാല പ്രവാസങ്ങൾ അർജുനന്റെ വ്യക്തിപരമായ താല്പര്യമില്ലായ്മയേക്കാൾ അതിനേക്കാൾ ഉപരി ബാഹ്യ സാഹചര്യങ്ങളാലും അതുപോലെ കൂട്ടായ വിധിതീർപ്പുകളാലും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു. ഇത് എല്ലാ പാണ്ഡവരുടെയും ദാമ്പത്യങ്ങളെയും സ്വാധീനിച്ചു. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളുടെ ബന്ധങ്ങൾ കേവലം വ്യക്തിപരമായ വികാരങ്ങളെക്കാൾ ഉപരി ധർമ്മം, രാജനീതി, സാമൂഹിക പ്രതിബദ്ധത എന്നിവയാൽ ആഴത്തിൽ സ്വാധീനിപ്പിക്കപ്പെട്ടവയായിരുന്നു. ശ്രീകൃഷ്ണന്റെ വാക്കുകൾ ഇത് അടിവരയിടുന്നു. ഏതൊരു കാര്യവും എപ്പോഴും സ്ഥാനപ്രകാരവും നീതിപൂർവവും ധാർമ്മികവുമായി മാത്രം നിർവഹിക്കാവൂ എന്നത്. ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെക്കാൾ ധർമ്മപരമായ കടമകൾക്ക് പ്രാധാന്യം നൽകുന്നതിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അർജുനൻ മഹാഭാരതത്തിലെ ഏറ്റവും ധർമ്മിഷ്ഠനും കടമ ബോധമുള്ളവനുമായ കഥാപാത്രങ്ങളിൽ ഒരാളാണ്. ഉർവശിയുടെ കാര്യത്തിലും, അതായത് ഗുരുപത്നിയെ അമ്മയായി കാണുന്ന ആ ധർമ്മം, ദ്രൗപദിയുടെ വിവാഹ വ്യവസ്ഥകളുടെ കാര്യത്തിലും ഇത് പ്രകടമാണ്. ദ്രൗപദിയോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം ചോദ്യം ചെയ്യപ്പെടാവുന്ന ഒന്നായിരുന്നില്ല. അത് ധർമ്മപരമായ കടമകളാൽ നിയന്ത്രിക്കപ്പെട്ടതും ബഹുമാനിക്കപ്പെട്ടതുമായിരുന്നു. ദ്രൗപദി 5 ഭർത്താക്കന്മാരെയും ഒരേപോലെ പരിലാളിച്ചവളായി ചിത്രീകരിക്കപ്പെടുന്നു. അർജുനൻ ദ്രൗപദിയുടെ മകനായ ശ്രുതകീർത്തിയുടെ പിതാവാണ്. ഇത് അവരുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ ദൃഢതയെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്നു. അകൽച്ചകൾ ഉണ്ടായിരുന്നിട്ടും അർജുനൻ ദ്രൗപദിയുടെ സുരക്ഷയ്ക്കും വിജയത്തിനും എപ്പോഴും പ്രതിജ്ഞാബദ്ധനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരമായ പ്രവർത്തനങ്ങൾ ദ്രൗപദിയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിലും പാണ്ഡവരുടെ അവകാശങ്ങൾ തിരികെ നേടുന്നതിലും നിർണായകമായിരുന്നു. ലഭ്യമായ വിവരങ്ങളും മഹാഭാരതത്തിലെ ധർമ്മസങ്കല്പങ്ങളും വെച്ച് നോക്കുമ്പോൾ അർജുനന്റെ ദ്രൗപദിയിൽ നിന്നുള്ള അകൽച്ച അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലായ്മയായിരുന്നില്ല, മറിച്ച് ധർമ്മപരമായ ബാധ്യതകളുടെയും ബാഹ്യ സാഹചര്യങ്ങളുടെയും ഫലമായിരുന്നു എന്ന് വ്യക്തമാണ്. ധർമ്മത്തിൻ്റെ ശരിയായ അളവുകോൽ വ്യക്തിഗതമല്ല, സാമൂഹിക പ്രതിബദ്ധതയാകുന്നു എന്ന മഹാഭാരതത്തിൻ്റെ സുപ്രധാന സന്ദേശം ഇവിടെ പ്രസക്തമാണ്. അർജുനൻ തൻ്റെ വ്യക്തിപരമായ ആഗ്രഹങ്ങളെക്കാൾ ധർമ്മത്തെയും കുടുംബത്തിൻ്റെ ഐക്യത്തെയും സമൂഹത്തിൻ്റെ നിയമങ്ങളെയും മാനിച്ചു. ഈ അകൽച്ച അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ധാർമ്മികമായ ഉറപ്പിനെയാണ് കാണിക്കുന്നത്, അല്ലാതെ ഒരു ദാമ്പത്യത്തോടുള്ള വിരക്തിയല്ല. ഉർവശി ശാപം ഉപകാരമായി ഒന്നു എന്ന ചൊല്ലിൻ്റെ ഉത്ഭവം അർജുൻ്റെ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമാണ്. ഉർവശിയുടെ പ്രണയാഭ്യർത്ഥനയെ ഗുരുപത്നി എന്ന നിലയിൽ നിരസിച്ചതിനെ തുടർന്നുണ്ടായ ശാപം പാണ്ഡവരുടെ അജ്ഞാതവാസകാലത്ത് പ്രഹന്തളയായി വേഷം മാറാൻ അദ്ദേഹത്തിന് സഹായകമായി. ഇത് ഒരു പ്രതിസന്ധി എങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ ഒരു അനുഗ്രഹവുമായി പരിണമിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ്.
അർജുനനും ദ്രൗപദിയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യമില്ലായ്മയായിരുന്നില്ല, മറിച്ച് സങ്കീർണമായ ധർമ്മപരമായ ബാധ്യതകളും ബാഹ്യ സാഹചര്യങ്ങളുമാണ്. പ്രധാന കാരണങ്ങൾ ഈ പറഞ്ഞതാണ്. ദ്രൗപദിയുടെ ബഹുഭർത്തൃത്വ വിവാഹത്തിലെ കർശനമായ വ്യവസ്ഥകളുടെ ലംഘനം അർജുനനെ 1 വർഷത്തെ തീർത്ഥയാത്രയ്ക്ക് പ്രേരിപ്പിച്ചു. കൂടാതെ ചൂതുകളിയിലെ തോൽവിയെ തുടർന്നുണ്ടായ 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും ഉൾപ്പെടെയുള്ള പൊതുവായ പ്രവാസങ്ങളും അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ അകൽച്ച സൃഷ്ടിച്ചു. ഈ അകൽച്ചകൾ അർജുനന്റെ ധർമ്മത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയുടെയും വ്യക്തിപരമായ സുഖങ്ങളെക്കാൾ സാമൂഹികവും അതുപോലെ തന്നെ ധാർമ്മികവുമായ കടമകൾക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യത്തിൻ്റെയും പ്രതിഫലനമാണ്. മഹാഭാരതം പോലുള്ള ഇതിഹാസങ്ങൾ വ്യക്തിഗത വികാരങ്ങൾക്കപ്പുറം ധർമ്മം, കടമ, സാമൂഹിക ഉത്തരവാദിത്വം എന്നിവയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നത് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. കഥാപാത്രങ്ങൾ നേരിടുന്ന ധാർമ്മിക പ്രതിസന്ധികളും അവരുടെ തെരഞ്ഞെടുപ്പുകളും ആഴത്തിലുള്ള പാഠങ്ങൾ നൽകുന്നു. ഇത് കാലാതീതമായി പ്രസക്തമായ ധാർമ്മിക മൂല്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. അർജുനന്റെ കഥ ധർമ്മം പാലിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെയും ചിലപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ പോലും എങ്ങനെ ഒരു വലിയ ലക്ഷ്യത്തിന് സഹായകമാകുന്നു എന്നതിനെയും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്.